എന്താ ചേച്ചി എന്തേ നേരത്ത് എന്താ ചേച്ചി എന്താ പ്രശ്നം? ചേച്ചി എന്താ കാണിക്കുന്നത്? ചേച്ചിന്റെ കുഞ്ഞിനെ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. ആർക്ക് വേണം? അബദ്ധം പറ്റിയ നേരത്ത് ഞാൻ നിനക്ക് കുഞ്ഞിനെ തന്നു എന്നുള്ളത് നേര് തന്നെയാ. ആ അബദ്ധം ഞാനങ്ങ് തിരുത്തുവാ. എന്തോ ഇത് പോരടി ഇങ്ങോട്ട്. അയ്യോ ചേച്ചി കുഞ്ഞ് ചേച്ചി 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 ആദി ഒന്ന് പറയാതെ. പിന്നെ നിയമപരമായി ദത്ത് തരുന്നതല്ലേ അബദ്ധം. മര്യാദ കിട്ടി കുഞ്ഞിനെ ഇങ്ങോട്ടാ. തരാം ഇല്ല എങ്കിൽ ആ സത്യം ഞാൻ തുറന്നു പറയാൻ പോവാ. ഇതെന്റെ കുഞ്ഞ, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഇതേ എന്റെ കുഞ്ഞ, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. ഇതാ എന്റെ കുഞ്ഞിനെത്താ തരില്ല. ആദി നിർത്തേ. എന്താ നിങ്ങളെ കാണിക്കുന്നേ? കണ്ടില്ലേ, ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തതാ. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അതെങ്ങനെ സമ്മതിക്കും? നിയമപരമായിട്ട് നീ ഇവർക്ക് ദത്ത് കൊടുത്ത കുട്ടിയല്ലേ ഇത്? ഞാൻ ദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങാനും എനിക്കറിയാം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആരെന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല. ഇല്ല തരില്ല ഞാൻ. ഞങ്ങളെല്ലാം നിന്നോട് 1000 തവണ പറഞ്ഞല്ലേ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ പാടില്ലെന്ന്. കണ്ണീരും കൈ ആത്മഹത്യ ഭീഷണിയുമായിട്ട് നീയല്ലേ അതിനെ മുന്നിട്ടിറങ്ങിയത്. നീ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അല്ലേ മറ്റുള്ളവർ അംഗീകരിച്ചത്. ഇത്രയെല്ലാം കാണിച്ചു വിട്ടിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ആര് സമ്മതിച്ചു തരും? എനിക്ക് ആരുടെ സമ്മതം വേണ്ട. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ശല്യം ചെയ്താ അറിയാലോ, രണ്ടും കൽപ്പിച്ച് ജീവിക്കുന്നവളാ ഞാൻ. മോളെ, ഒന്നുകിൽ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. എന്റെ കുഞ്ഞ്. അയ്യോ ഇതൊക്കെ ഇങ്ങനെ തീരുമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചതാ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് കേക്കാൻ. ഇപ്പൊ അനുഭവം വന്നപ്പോ മനസ്സിലായല്ലോ. നിന്നെ ഇന്ന് ഞാൻ അതുകൊള്ള ഉള്ളത് പറയാനും പറ്റില്ല ഈ വീട്ടില്. നീ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറഞ്ഞാ ഈ വീട് എങ്ങനെയാക്കിയത്. എന്റെ കണ്ണുമെട്ടത്ത് നിന്നെ കണ്ടുപോകരുത്. കയറി പോവാത്ത അതുകൊള്ള. അല്ലേലും നെടിയോന്റെ തലയിലാണല്ലോ പാട്ടി. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആർക്കും എന്തു ആവാല്ലോ. പോകാൻ ആവോ. മോള് കരയണ്ട. മുത്തശ്ശി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അതിനെനിക്ക് ഇത്തിരി സമയം തരണം. എന്ത് സമയം? മുത്തശ്ശി കണ്ടതല്ലേ എന്റെ കുഞ്ഞിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്. കണ്ടതുകൊണ്ടും നിന്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ മോളെ, ക്ഷമ കാണിക്കേണ്ടത് നീയാണ്. അവള് വയ്യാത്ത കുട്ടിയല്ലേ. കരയണ്ട, സമാധാനം ഉണ്ടാക്കാം. അളിയാം സോറി. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല. മോള് വിഷമിക്കല്ലേ. മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം കാണും. മോള് പോയി കിടന്നുറങ്ങ്. ചെല്ലുമോനെ. ഇന്ന് മുതലേ മോൾ ഇവിടെ ഉറങ്ങിയാ മതി. അതെന്റെ മോള്. പറഞ്ഞ കേട്ടില്ലേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും.
മുത്തശ്ശിയല്ലല്ലോ എന്റെ കുഞ്ഞിനെടുത്ത് അവർക്ക് കൊടുത്തത്, താനല്ലേ? അപ്പൊ താൻ വേണ്ട പരിഹാരം ഉണ്ടാക്കാൻ. ഉണ്ടാക്കാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. താനിങ്ങനെ ബഹളം കൂട്ടല്ലേ. എന്റെ കുഞ്ഞിനെ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. മുത്തശ്ശി വരുന്ന ഡേറ്റ് മുഹൂർത്തം വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പൂജ, അതെന്റെ മോള്. എന്റെ മോളെ ഇങ്ങനെ കിടന്ന് കരയാതെ, നിനക്ക് അവളുടെ കൂടെ കിടന്നാൽ മാത്രം ഉറക്കം വരുവുള്ളോ? ആമി, ദേ ഇതുവരെ നിന്റെ എല്ലാ കിറക്കിനും ഞാൻ കൂട്ടുന്നു. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്ന തോന്നിവാസത്തിന് പക്ഷം പിടിക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ ദത്തോടിനോട് പറഞ്ഞോ പക്ഷം പിടിക്കാൻ? ഇവിടെ ഇപ്പൊ എന്ത് തോന്നിവാസം ഞാൻ കാണിച്ചത്? ഒന്നും കാണിച്ചില്ലേ? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് വന്നു. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? എടി നീ ദത്ത് കൊടുത്ത കുട്ടിയല്ലേ ഇത്? എന്ന് വെച്ച് ഞാൻ എന്റെ അമ്മ അല്ലതാവൂ? മോളെ, എടി കുഞ്ഞിനോട് ഇത്ര സ്നേഹമുള്ളവളെ പിന്നെ എന്തിനാ ദത്ത് കൊടുക്കാൻ പോയത്? എല്ലാവരുടെയും മനസ്സേ ഞാനൊന്ന് പരീക്ഷിച്ചതാ. മനസ്സിലായില്ല. എന്റെ കുഞ്ഞിനെ അടിച്ചു മാറ്റാനായിരുന്നു പൂജയുടെ പരിപാടി എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. കണ്ടില്ലേ, ഞാനൊരു തമാശ പറഞ്ഞപ്പോ അവൾ ആവേശത്തോടെ നിന്ന് തന്നത്. എന്റെ അമ്മ ഇതൊക്കെയാണോ തമാശ? ആ, എനിക്കിതൊക്കെ തമാശയാ. അല്ലെങ്കിൽ ലോകത്ത് സ്വബോധമുള്ള ഏതെങ്കിലും ഒരമ്മ സ്വന്തം കൊച്ചിനെ എടുത്ത് കൊടുക്കോ? അതും 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ചിനെ. എടി നീ എന്തുവാടി പറയുന്നേ? നീ അല്ലേ ദത്ത് തരാന്ന് പറഞ്ഞ അവളുടെ അടുത്തേക്ക് എന്നത്? അതെ, ഞാൻ ചെല്ലും. പരീക്ഷിക്കാൻ ഞാൻ പലതും ചെയ്യും. അറിയണല്ലോ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. ഓർമ്മ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്നേ? തോന്നില്ലേ? എങ്ങോട്ട്? ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഒന്ന് കെട്ടാൻ പറഞ്ഞപ്പോ എന്തൊരു ആവേശമായിരുന്നു. താലി എന്റെ കയ്യിൽ നിന്ന് ചാടി പറിച്ച് മേടിച്ചല്ലേ കെട്ടിയത്? ദൈവദോഷം പറയല്ലേ. നീ ആത്മഹത്യ എന്ന് പറഞ്ഞോണ്ട് കത്തിയടിച്ച് ഭീഷണിപ്പെടുത്തിട്ടല്ലേടി ഞാൻ കെട്ടിയത്. കത്തി കാണിച്ച നിങ്ങളങ്ങ് കെട്ടുമല്ലേ? അയ്യോ അമ്മി, നീ വിട്ടെ. നിങ്ങളും സുജാനയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അറിയാൻ ഞാൻ കളിച്ചൊരു നാടകമല്ലേ ഇത്? ആമി, പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? സ്വന്തം കുഞ്ഞിനെ വല്ലവർക്കും ദാനവും നൽകി ഭർത്താവിനെ കാമുകിക്കും കൊടുത്ത് ഞാൻ ഞാൻ എവിടെ ഞാൻ കോശിക്ക് പോകുന്നു വിചാരിച്ചോ? അതോ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചോ? ആമി, അതിനെ വേറെ ആളെ നോക്കണം. ആമി, കുറച്ച് ദിവസമായി ഇവിടെ ഓരോരുത്തരുടെ പെർഫോമൻസ് ഞാൻ രഹസ്യ നിരീക്ഷണം നടത്തുകയായിരുന്നു. അയ്യോ. എന്റെ അമ്മോ, ചുറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ മനസ്സിലാക്കിയത്. ആമി, ഞാൻ ആമി കൂമി കരയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കൂച്ചേ. പോയി നോക്കി നിൽക്കാതെ കൊച്ചിനുറക്കം നോക്കും മനുഷ്യ. ഒരു പുതുമണമാണെന്നിരിക്കുന്നു കൊച്ചിനുറക്കം. ഈശ്വരാ.